സാധാരണ പൗരന്മാരുടെ ഉപയോഗമാണ് ഗാസ് 67 എന്ന ജീപ്പിനെ ആദ്യത്തെ റഷ്യൻ പീപ്പിൾ ഓഫ് റോഡർ വാഹനമാക്കിയത്. നമ്മൾ മുൻപ് പറഞ്ഞ കഥയിലുള്ള ആദ്യത്തെ സോവിയറ്റ് ജീപ്പായ ഗാസ് 64ന്റെ അപ്ഡേറ്റഡ് വേർഷനാണ് ഗാസ് 67. 1943 തൊട്ട് 1953 വരെയായിരുന്നു ഈ റഷ്യൻ ജീപ്പ് പ്രധാനമായും സേവനം അനുഷ്ഠിച്ചിരുന്നത്. 1943 രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ മധ്യത്തിലാണ് ഗാസ് 67 ജീപ്പ് വരുന്നത്. കഴിഞ്ഞ ഗാസ് 67 എന്ന മോഡലിനെക്കാട്ടിലും വലുപ്പത്തിലും കരുത്തിലും കേമനായിട്ടാണ് വന്നതെങ്കിലും രൂപസാദൃശ്യം പഴയ മോഡൽ പോലെ തന്നെയായിരുന്നു. ഒരു കാര്യം കൂടിയുണ്ട്, പട്ടാള യുദ്ധാവശ്യത്തിനായി വളരെ വേഗമാണ് ഇവയുടെ നിർമ്മാണം. കൂടുതൽ ആലോചനകളൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ പോരായ്മകളൊക്കെ ഈ ജീപ്പിൽ കാണാൻ സാധിച്ചു. 1943 സെപ്റ്റംബർ 23-നും 1953-നും ഇടയിലുള്ള 10 വർഷം കൊണ്ട് ഏകദേശം 92,843 ഗാസ് 67 ജീപ്പുകളാണ് നിർമ്മിച്ചിരുന്നത്. അമേരിക്കൻ വില്ലേജ് ജീപ്പിൻ്റെ സോവിയറ്റ് യൂണിയൻ പതിപ്പായിരുന്നു ഗാസ് 67 എന്ന് വേണമെങ്കിലും പറയാം. 1950 തൊട്ട് 1953 വരെയുള്ള സോവിയറ്റ് യൂണിയൻ കൊറിയൻ യുദ്ധം വരെ ഗാസ് 67 സോവിയറ്റ് പട്ടാളത്തിൽ സജീവ സാന്നിധ്യമായിരുന്നു. ഈ ജീപ്പിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ 1944 നവീകരിച്ച പതിപ്പായ ഗാസ് 67B എന്നൊരു മോഡൽ ഇറങ്ങിയിരുന്നു. റേഡിയേറ്റർ ഗ്രില്ലിൽ വരുന്ന വ്യത്യാസം അനുസരിച്ച് ഇവയെ തിരിച്ചറിയാമായിരുന്നു. ഗാസ് 67B 1953 ഓഗസ്റ്റ് അവസാനം വരെ നിർമ്മിച്ചു. ടെക്നിക്കലി ഏറെ മാറ്റങ്ങളുമായിട്ടാണ് ഗാസ് 67-ഉം 67B എന്ന മോഡലും വിപണിയിൽ വന്നിരുന്നത്. നിരീക്ഷണ വാഹനമായും പട്ടാള മേധാവികൾക്ക് സഞ്ചരിക്കാനും പരിക്കേറ്റവരെയൊക്കെ കൊണ്ടുപോകാനുമൊക്കെയാണ് ഗാസ് 67B എന്ന ജീപ്പിനെ പ്രധാനമായും ഉപയോഗിച്ചത്. യുദ്ധാനന്തരം ഗാസ് 67B സൈന്യത്തിൽ മാത്രമല്ല സജീവമായി ഉപയോഗിച്ചിരുന്നത്. ഗവൺമെൻറ് ഓഫീസുകളിലും വനങ്ങളിലും കൃഷിയിടങ്ങളിലും ഒക്കെ ഗാസ് 67B എന്ന ജീപ്പിനെ കാണാമായിരുന്നു. ചില ഗാസ് ഡ്രൈവർമാർ പറഞ്ഞിട്ടുണ്ട്, ടോവിങ്ങിലും ഓഫ് റോഡ് പ്രകടനത്തിലും ഗാസ് 67 എന്ന ജീപ്പ് വില്ലീസ്, ബാൻഡം, ഫോർഡ് എന്ന ജീപ്പുകളേക്കാൾ മികച്ചതായിരുന്നു എന്നും. 1943 സെപ്റ്റംബർ കാലങ്ങളിൽ ഗാസ് 67 ജീപ്പിൻ്റെ പരീക്ഷണ ഓട്ടമൊക്കെ നടന്നു. ഏകദേശം 2200 കിലോമീറ്റർ പലതരത്തിലുള്ള റോഡ് സാഹചര്യങ്ങളിൽ GAZ-3 തോക്കുമേന്തിയായിരുന്നു ഇവൻ്റെ പരീക്ഷണം. കൂടാതെ കഴിഞ്ഞ ഗാസ് 64 എന്ന മോഡലിനെക്കാട്ടിലും ട്രാക്ക് വിട്ട് കൂട്ടിയായിരുന്നു ഗാസ് 67 ജീപ്പിൻ്റെ വരവ്. കാരണം ട്രക്കുകൾ ഓടി ഉണ്ടാക്കിയ വഴിത്തരയിൽ കൂടി തന്നെ ഏകദേശം ഈ ജീപ്പിനെയും ഓടിക്കണമായിരുന്നു. അല്ലെങ്കിൽ ഒരുപക്ഷെ ചെളികൾക്കിടയിലും മഞ്ഞിലും പുതിയ റോഡ് ട്രാക്ക് ഉണ്ടാക്കി പോകുക എന്നത് ശ്രമകരമായിരിക്കാം. പഴയ ജീപ്പിനെ അപേക്ഷിച്ച് മുൻ പിൻ വീലുകൾക്ക് ട്രാക്ക് വിഡ്ത് കൂടുതലായിരുന്നതുകൊണ്ട് സ്റ്റെബിലിറ്റിയും കൂടി. ഈ വാഹനത്തിൻ്റെ എക്സോസ്റ്റ് പൈപ്പ് വന്നിരുന്നത് ഹുഡ് കവറിൻ്റെ പിൻഭാഗത്തായിരുന്നു. 6-16 ടയറിൻ്റെ ലഭ്യതക്കുറവ് മൂലം ഗാസ് M1 എന്ന വാഹനത്തിൽ ഉപയോഗിച്ചിരുന്ന 7-16 ഹൈവേ ത്രെഡ് പാറ്റേണുള്ള ടയറുകളായിരുന്നു ഇവയിൽ ഉപയോഗിച്ചിരുന്നത്. ഒരു പുതിയ ഷാസിസ്, നീളമുള്ള വീൽ ബേസ്, പുതിയ സസ്പെൻഷൻ സിസ്റ്റമൊക്കെ ആയിട്ടായിരുന്നു ഇവൻ്റെ വരവ്. അന്ന് നിലവിലുണ്ടായിരുന്ന ഗാസ് M1, ഗാസ് MM എന്ന വാഹനങ്ങളിൽ നിന്നുള്ള ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും ഈ വാഹനത്തിൽ ഉപയോഗിച്ചു. ഓയിൽ പ്രഷറും എൻജിൻ ടെമ്പറേച്ചറും ഒക്കെ അറിയാനുള്ള മീറ്ററുകൾ ഡാഷ്ബോർഡിൽ ഇല്ലായിരുന്നു എന്നും പറയപ്പെടുന്നു. 4 പേർക്ക് സുഖമായിരുന്ന് സഞ്ചരിക്കാമായിരുന്നു ഈ ഗാസ് ജീപ്പിൽ. ചെറിയ ആയുധങ്ങൾ, 45 mm വരെയുള്ള ഷെല്ലുകൾ, വോക്കി ടോക്കി എന്നിവയൊക്കെ കൊണ്ടായിരുന്നു ഈ റഷ്യൻ ജീപ്പിൻ്റെ സഞ്ചാരം. എല്ലാ പഴയ ജീപ്പുകളെയും പോലെ ചാടിയിറങ്ങാൻ ഡോറുകളൊന്നുമില്ലായിരുന്നു. കാലാവസ്ഥ മോശമാകുമ്പോൾ ടാർപോളിൻ കൊണ്ട് റൂഫൊക്കെ ഒന്ന് മറയ്ക്കും. ബോഡി പാനൽസൊക്കെ ബെൻഡുകൾ കുറവായിരുന്നു. കൂടുതലും പരന്ന ഡിസൈനായിരുന്നു. ജീപ്പുകളുടെ ശൈലിയായ ഒരു ബോക്സ് ആകൃതിയിലുള്ള ഡിസൈനായിരുന്നു ഇത്. ഈ ജീപ്പിൻ്റെ നിർമ്മാണം എളുപ്പമാക്കി. ഒരു അപ്ഡേറ്റഡ് കാർബറേറ്റർ എഞ്ചിൻ്റെ പവർ 54 ഹോഴ്സ് പവറായിട്ട് വർദ്ധിപ്പിച്ചു. ഫ്രെയിമും സസ്പെൻഷനും കൂടുതൽ ബലമുള്ളതുമാക്കി. സ്റ്റീൽ ബോഡി പാനലുകളുടെ അറ്റങ്ങൾ പൈപ്പുകൾ ഉപയോഗിച്ച് സുരക്ഷിതമാക്കി. 33 ലിറ്റർ വരുന്ന രണ്ടാമത്തെ ഫ്യൂവൽ ടാങ്ക് ഡ്രൈവറുടെ സീറ്റിനടിയിൽ കൊടുത്തിരുന്നു. 100 കിലോമീറ്റർ ഹൈവേയിൽ കൂടി സഞ്ചരിക്കാൻ ഏകദേശം 13 ലിറ്ററോളം ഇന്ധനം വേണ്ടിയിരുന്നു ഈ ജീപ്പിന്. ഒരു പുതിയ ഡാഷ്ബോർഡ്, ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിരുന്നത് 235 മില്ലിമീറ്റർ ആയിരുന്നു. യുദ്ധാവശ്യത്തിന് വളരെ വേഗത്തിൽ നടന്നിരുന്ന പ്രൊഡക്ഷൻ പ്രോസസ്സ് ഡ്രോയിങ് അളവുകൾ എല്ലായ്പ്പോഴും നിലനിർത്താൻ സാധിച്ചിരുന്നില്ല. 1376 കിലോ ആയിരുന്നു ഈ വാഹനത്തിൻ്റെ ഭാരം. ഭാരമുള്ള 76 mm തോക്ക് ഉപയോഗിച്ചുകൊണ്ട് ഹൈവേയിൽ കൂടി ഏകദേശം 60ഓളം കിലോമീറ്റർ വേഗതയിൽ ഈ ജീപ്പിന് സഞ്ചരിക്കാമായിരുന്നു. 1951 കാലങ്ങളിൽ ഗാസ് ജീപ്പുകളിൽ ഡബിൾ സൈഡഡ് ഡെൽക്കോ ഷോക്ക് അബ്സോർവേഴ്സ് ഒക്കെ ഉപയോഗിച്ചു. ഫ്രണ്ട് ഓവർഹാങ് വന്നിരുന്നത് 470 mm, പിൻവശം വന്നിരുന്നത് 775 mm ആയിരുന്നു.
കുറച്ച് ഗാസ് 67 ജീപ്പുകളുടെ സ്റ്റിയറിംഗ് വീൽ തടി കൊണ്ടുള്ള ഫോഴ്സ് പോക്കായിരുന്നു. കാരണം നേരത്തെ സ്റ്റിയറിംഗ് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നവരുടെ ഫാക്ടറി ബോംബാക്രമണത്തിൽ തകർന്നു പോയിരുന്നു. ഗാസ് 67 ജീപ്പിൽ ഒരു പ്രത്യേകതരം ലോക്കിംഗ് മെക്കാനിസം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. 4 വീൽ ഡ്രൈവ് മോഡ് എൻഗേജ് ആകുമ്പോൾ ഫസ്റ്റും റിവേഴ്സും ഗിയറുകൾ ഇടാൻ സാധിക്കില്ലായിരുന്നു. കാരണം റിയർ ആക്സൽ ഗിയറുകൾക്ക് മതിയായ ശക്തിയില്ലായിരുന്നു. അവയ്ക്ക് വരാൻ സാധ്യതയുള്ള കേടുപാടുകൾ തടയുന്നതിനാണ് ഇങ്ങനെ ചെയ്തത്. സുഖസൗകര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. മഴയിൽ നിന്നും കാറ്റിൽ നിന്നും സംരക്ഷണവും വളരെ കുറവായിരുന്നു. ഈ ജീപ്പിന് 2 ഫ്യൂവൽ ടാങ്കുകൾ ഉണ്ടായിരുന്നു. ജീപ്പിന്റെ ഫ്യൂവൽ കൺസംഷൻ വളരെ ഉയർന്നതുമായിരുന്നു. കുറച്ച് കട്ടിയുള്ള സഞ്ചാരപാതയാണെങ്കിൽ 1 കിലോമീറ്റർ ഓടാൻ 1/2 ലിറ്ററോളം ഇന്ധനം വേണ്ടിയിരുന്നു. എന്നാൽ ഗാസ് ജീപ്പിന് മണ്ണെണ്ണയും അതുപോലെ തന്നെ ലോ ഗ്രേഡ് പെട്രോളും ഉൾപ്പെടെ എല്ലാത്തരം ഇന്ധനങ്ങളും ഉപയോഗിക്കാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ റഷ്യൻ ജീപ്പിന് യുദ്ധക്കളങ്ങളിലൊക്കെ നല്ല അഡ്വാൻറ്റേജ് ആയിരുന്നു. അന്നുള്ളവരുടെ ഒരു പൊതുവായ ധാരണയായിരുന്നു വേൾഡ് വാർ II ഗാസ് 67 ജീപ്പിനെ പരിപാലിക്കാൻ പ്രയാസമാണെന്നും ലെൻഡ് ലീസ് പ്രോഗ്രാം വഴി റഷ്യയ്ക്ക് ലഭിച്ച അമേരിക്കൻ നിർമ്മിത വില്ലീസ് MB ഫോർഡ് GPW ജീപ്പുകളെക്കാൾ വിശ്വാസ്യത കുറഞ്ഞതുമായിരുന്നു റഷ്യൻ നിർമ്മിത ജീപ്പുകളെന്ന്. എന്താണ് ലെൻഡ് ലീസ് പ്രോഗ്രാം? 1941 മാർച്ച് 11 പാസാക്കിയ ഈ നിയമം ഏതൊരു രാജ്യത്തിനും യുദ്ധ സാമഗ്രികൾ കടം കൊടുക്കാനും പാട്ടത്തിന് കൊടുക്കാനും അമേരിക്കയെ അനുവദിക്കുന്ന ഒരു സംവിധാനം. അമേരിക്കൻ ജീപ്പുകളെ വെച്ച് താരതമ്യപ്പെടുത്തിയാൽ ഗാസ് നിർമ്മിത ജീപ്പുകൾ പല കാര്യങ്ങളിലും പുറകോട്ടായിരുന്നു. ബ്രേക്കുകൾ പോരായിരുന്നു, അവ നന്നാക്കാൻ നല്ല പ്രയാസവുമായിരുന്നു. കൂടാതെ ഗാസ് 67ന്റെ സ്റ്റിയറിംഗ് സിസ്റ്റം അത്ര പോരായിരുന്നു. യുദ്ധസമയത്ത് ഗാസ് 67 ജീപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ച വസ്തുക്കളുടെ ഗുണനിലവാരം അമേരിക്കൻ ജീപ്പുകളിൽ ഉപയോഗിച്ച വസ്തുക്കളെക്കാളും നിലവാരം കുറവായിരുന്നു എന്നും പറയപ്പെടുന്നു. ഇപ്പോൾ നമ്മൾ കേട്ടത് ഗാസ് 67 എന്ന ജീപ്പിൻ്റെ കുറച്ച് വിശേഷണങ്ങളാണ്. ഗാസ് 64 എന്ന ജീപ്പിൻ്റെ കഥയും നമ്മുടെ ബ്ലോഗിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കാണുക. കൂടാതെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നന്ദി, നമസ്കാരം.